തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി നഗ്നനായിട്ട് ലാലേട്ടൻ അതിലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭ്രമർ എന്ന സിനിമയ്ക്ക് വേണ്ടി സാർ തലകുത്തി നിർത്തി. അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ട ഒരു ഡയറക്ടർ കൂടിയാണ് ബ്ലെസി സാർ എന്ന് പറയുന്നത്. ഇത് രണ്ടും കഷ്ടപ്പാടല്ല. ഇവരെ വെച്ച് നോക്കുമ്പോൾ ഭക്തനായിട്ട് നിൽക്കുന്ന കഷ്ടപ്പാടല്ല, തലകുത്തി നിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എന്നാലും ലാലേട്ട എല്ലാരും പറഞ്ഞു ബ്ലെസി സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഹാർഡ്ഷിപ്സ് അദ്ദേഹം നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ 98 kgs നിന്നാണ് ഒരു 61, 62 ആ ഒരു റേഞ്ചിലേക്ക് വിത്തിൻ മന്ത്സ് ആണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൃത്യം നടത്തിയത്. കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ലാൽ സർ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടനെ നജീബായിട്ട് പരിഗണിക്കാതിരുന്നത് ബ്ലെസി സർ? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടനെ നജീബായിട്ട് പരിഗണിക്കാതിരുന്നത് ബ്ലെസി? കഷ്ടം, വലിയ കാര്യം, ആവശ്യമില്ലാത്ത കാര്യം. നാണുണ്ട് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നല്ലൊരു കാര്യമാണ്. വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി എന്നാ പോ.